ഹലോ അസ്സലാമു അലൈക്കും. 3 ദിവസങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. പെരുന്നാൾ തലേന്ന്, പെരുന്നാളും പെരുന്നാൾ പിറ്റേന്നും. സോ വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സ്പെഷ്യൽ ന്യൂസ് പറയട്ടെ. അജ്വ റീസെൻ്റായിട്ട് ഒരു ജ്വല്ലറി ബിസിനസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ദ ജ്വൽസ് കമ്പനി അല്ലെങ്കിൽ TJCO എന്ന പേരിലാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാനതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഇവിടെ മെൻഷൻ ചെയ്യാം. എല്ലാവരും ഒന്ന് കയറി നോക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അജ്വ എന്ന് പറയുമ്പോൾ വലിയ ആളൊന്നുമല്ല കേട്ടോ. ആളിപ്പോൾ 9th ഗ്രേഡിലേക്ക് ജസ്റ്റ് പാസ്സായിട്ടേ ഉള്ളൂ. പക്ഷേ അവളുടെ ഒരു ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ഒരു സ്മോൾ ബിസിനസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ നമ്മളുടെ പെരുന്നാൾ തലേന്നത്തെ മൈലാഞ്ചി കാര്യങ്ങൾ ജ്വൽസൊക്കെ കണ്ടില്ലേ. മഴ ആയതുകൊണ്ട് നമുക്ക് ഈദ്ഗാഹ് ഒന്നുമില്ല. 7:30 ആകുമ്പോൾ പള്ളിയിൽ വെച്ചിട്ട് നിസ്കാരമാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ. ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ ഒരുപാട് ലേറ്റായിട്ടോ. അതല്ലെങ്കിൽ എല്ലാ പെരുന്നാളിനും അങ്ങനെയാണ്. നമ്മൾ എത്ര നേരത്തെ ഉറങ്ങാൻ ശ്രമിച്ചാലും എന്തെങ്കിലുമൊക്കെ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ലേറ്റ് ആവുമല്ലോ. ഇന്നലത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി ഇടലായിരുന്നു. പക്ഷെ നമ്മൾ ഇട്ട ട്യൂബിൽ ഒരെണ്ണം പഴയതായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ ട്യൂബ് കൊണ്ട് ഇട്ട് കൈയൊന്നും ചോന്നിട്ടില്ല. അജുവ പക്ഷേ നല്ല പുതിയ ട്യൂബായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവളെ കയ്യിൽ ഇട്ട മെഹന്തിയൊക്കെ നല്ല കളറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അമ്രൻ്റെതാണ് കുറച്ച് ഫ്ലോപ്പായത്. പിന്നെ അത് വലിയൊരു ഇഷ്യൂ ഒന്നും ആയിട്ടില്ല. ഇതെല്ലാം അജുവ സ്വന്തമായിട്ട് തന്നെ ഇട്ടതാട്ടോ. കാരണം എനിക്ക് പിന്നെ നൈറ്റിലൊന്നും കുറേ ഒന്നും ഇട്ട് കൊടുക്കാനുള്ള ടൈം കിട്ടിയില്ല. ഞാൻ ആകെ ഒരു കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഈ ഒരു പ്രാവശ്യം എനിക്കും ഇടാൻ വലിയ മൂടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പള്ളിയിൽ പോയി വന്നതിന് ശേഷം നമ്മൾ ഷട്ടപടയെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാത്രം കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടോ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫുൾ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി പോവും. പിന്നെ ആരെയും അങ്ങനെ ഒരുമിച്ച് കിട്ടില്ല. അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴത്തേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് വീട്ടിൽ. ഷട്ടപടയെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം, കണ്ണച്ചപ്പത്തിരി, ചിക്കൻ കറി അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ. പിന്നെ നല്ല അടിപൊളി കട്ടൻ ചായയും. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോവാണ്. കാരണം അറവ് കഴിഞ്ഞിട്ടുള്ള മീറ്റൊക്കെ വരും. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഫ്രീസറിലേക്ക് കറക്റ്റ് എടുത്ത് വെക്കണം. മാത്രമല്ല വീട്ടിലൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ആൾക്കും ഫുഡ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുത്തെ പണികളൊക്കെ തീർത്ത് നമ്മൾ വേഗം തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ എല്ലാ വീട്ടിലും ഒന്ന് കയറി ഇറങ്ങാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്യാണ്. എല്ലാ സ്ഥലത്തുനിന്നും നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാവും കേട്ടോ മധുരമായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ശർക്കര പായസമായിരുന്നു. കടലയും ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ളൊരു പായസം. അതിൻ്റെ ഇടയിൽ മക്കളെ കരച്ചിലും ബഹളമൊക്കെ ഉണ്ട് കേട്ടോ. ആ വണ്ടി മറിഞ്ഞ് കിടക്കുന്ന കണ്ടപ്പോൾ തോന്നി മൂപ്പരാൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയെന്ന്. പക്ഷേ ഒരു സേഫ് ലാൻഡിങ് ആയിരുന്നു. വലിയ കാഷ്വാലിറ്റി ഒന്നുമില്ല. പിന്നെ ഇവിടെ നമ്മളെ നൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാമന്മാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റം ഒരു കൂൾഡ് പായസമായിരുന്നു. പൈനാപ്പിൾ പിന്നെ മറ്റേ ചൗവരിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കൂൾഡ് പായസം. സംഭവം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇപ്രാവശ്യം വീഡിയോ എടുത്തിട്ടുള്ളത് മോസ്റ്റ്ലി ഞാനല്ല കേട്ടോ. ഞാൻ വളരെ കുറഞ്ഞ ക്ലിപ്സേ എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം അജുവാണ് എനിക്ക് വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ നമ്മളുടെ ആ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഒരു 40 മിനിറ്റ്സ് ഉണ്ട്. ആൻഡ് കുട്ടികളെല്ലാം നമ്മളെ കൂടെ ഉണ്ട്. ആൻഡ് നമ്മളുടെ ഒരു ആ പറഞ്ഞില്ലേ സ്പെഷ്യൽ ഗസ്റ്റ് ആളെ ഇതിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പെരുന്നാൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വീട്ടിൽ വെച്ചിട്ടാണോ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ രാവിലെ ഈദ്ഗാഹൊക്കെ കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉച്ചഭക്ഷണം ആ ഒരു വീട്ടിൽ വെച്ചിട്ടായിരിക്കും. പിന്നെ ഒരു അടിപൊളി ഫോട്ടോ സെഷൻ ഉണ്ടാവും. അതും കൂടെ കഴിഞ്ഞിട്ടാണ് പിരിയുക.
പക്ഷേ ഇത് വലിയ പെരുന്നാളായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ മീറ്റ് കാര്യങ്ങൾ അതെല്ലാം കിട്ടിയതെല്ലാം റെഡിയാക്കി അതെല്ലാം ഫ്രീസറിലൊക്കെ വെച്ചിട്ടല്ലേ നമുക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എത്തുമ്പോൾ നല്ല ലേറ്റായി പോയിട്ടോ. ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫുഡ് നമുക്ക് വേണ്ടിയിട്ട് അവർ പിന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന ഉടനെ നമ്മൾ മാത്രമായിട്ടൊരു ടേബിളിൽ ഇരിക്കുകയാണ്. ബാക്കി എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 11:30 12 ആകുമ്പോഴത്തേക്ക് തന്നെ സെർവ് ചെയ്യാൻ തുടങ്ങും. ഇപ്രാവശ്യം നമുക്ക് ചിക്കൻ ബിരിയാണി, മന്തി, ചിക്കൻ ഫ്രൈ പിന്നെ ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇവിടെ സാദാ ചോറുണ്ടാവും. സാദാ ചോറും പിന്നെ നമ്മുടെ തൈരൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു മോര് കറി, അതിൻ്റെ കൂടെ ബീഫ് വരട്ടിയത്, പിന്നെ അത് ഉണക്കൽ പൊരിച്ചതാണ് കേട്ടോ, സ്രാവ് പൊരിച്ചത്, പിന്നെ നല്ല കയ്പ്പൻ്റെ അച്ചാർ. അതാണ് നമ്മളെപ്പോഴും കഴിക്കൽ കേട്ടോ. ആ സാദാ ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. സോ അന്നത്തെ ദിവസം നല്ല ടയേർഡായതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ നിർത്തി. നെക്സ്റ്റ് ഡേ നമുക്ക് പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ പെരുന്നാളൊക്കെ പ്രമാണിച്ച് നമ്മളെവിടെയും പോയിട്ടില്ലല്ലോ. പിന്നെ കുറേ കുഞ്ഞുമക്കളുണ്ട് മാമന്. അപ്പോൾ അവരെയും കൊണ്ടും എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെന്ന് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ പ്ലാൻ ചെയ്തവർ മാത്രം ഒരു 2 വണ്ടിയിലായിട്ട് ഒരു സ്ഥലം വരെ വന്നതാണ്. ഇത് അവിടുന്ന് ഓൾമോസ്റ്റ് 1 അവർ ഉണ്ട് നമ്മൾ ട്രാവൽ ചെയ്തപ്പോൾ. പിന്നെ ഇവിടെ ഒന്നും കാണാനെന്ന് പറഞ്ഞിട്ട് വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇതൊരു ബീച്ചാണ്, പടിഞ്ഞാറക്കര എന്ന് പറഞ്ഞ ബീച്ചാണ്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല രസത്തിൽ അവരവിടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ കോഴിക്കോട് നിന്നിട്ടേ എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ നമുക്ക് ബീച്ചിൽ പോവാമല്ലോ. അതായത് നമുക്ക് നമ്മളെ വീട്ടിൽ നിന്നൊരു 10 മിനിറ്റ്സേ ഉള്ളൂ ബീച്ചിലേക്ക്. അതുകൊണ്ട് തന്നെ പിന്നെ വെറുതെ ബീച്ചിൽ പോവാന്ന് പറഞ്ഞാൽ കോഴിക്കോട് ബീച്ചല്ലാത്ത ഏതെങ്കിലും ബീച്ചിൽ പോവാന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമില്ല കേട്ടോ. ഇത് പിന്നെ നമ്മളെല്ലാവരും കൂടെ പോവല്ലേ, അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. പക്ഷേ വെറും ബീച്ചല്ല കേട്ടോ, അത് നല്ല ഭംഗിയുള്ള സ്ഥലം. കുറേ മരങ്ങളും ഒക്കെ ആയിട്ട്, പിന്നെ അത്യാവശ്യം ആളുകളും ഉണ്ട് കേട്ടോ, വലിയ തിരക്കൊന്നുമില്ല. എനിക്കൊരു സ്ട്രോങ് മധുരം കുറവ്. സാധാരണ നമുക്ക് കാലിക്കറ്റ് ഒന്നും കിട്ടുന്ന പോലത്തെ അടിപൊളി ചായ ഒന്നും ഇവിടെ കിട്ടാറില്ല. ആൻഡ് ഞാൻ എപ്പോഴും ഒരു സ്ട്രോങ് മധുരം കുറവ് ചായ കുടിക്കുന്ന ആളാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ചായ അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല ചായ. ഇങ്ങനെ കിട്ടൽ വളരെ റെയറാണ്. ഒരു വെള്ളം പോലെ ഇരിക്കും, പക്ഷെ അങ്ങനെയല്ല, നല്ല ചായയായിരുന്നു. ആൻഡ് അതിൻ്റെ കൂടെ നല്ല ചൂടാ മുട്ട ബജി ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ മക്കളൊക്കെ മണലിൽ കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമ്മളിതാ ഇവിടെ ഭയങ്കര ചായ കുടിയും പിന്നെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴത്തേക്കും ഇതാ പെട്ടെന്നൊരു മഴ പെയ്യാൻ തുടങ്ങി. എല്ലാവരും കളിക്കുന്നിടത്തു നിന്നൊക്കെ കയറിയിട്ടോ. ചെറിയ മഴയല്ല, അത്യാവശ്യം നല്ല സ്ട്രോങ് മഴ. ഇവരെല്ലാം ഇതിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ ഇവരെ തല മാത്രം കാണാനില്ല കേട്ടോ. അതാണ് ഞാനിങ്ങനെ ചിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ തിരിഞ്ഞ് കളിച്ച് നടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ എളാപ്പ ഇന്നെ അതിൻ്റെ അടിയിൽ കയറ്റി നിർത്തി. പിന്നെ നമ്മളെല്ലാവരും കൂടെ വെറുതെ ഒന്ന് ഹരാക്കാൻ വേണ്ടി വന്നതല്ലേ. അപ്പോൾ അങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ മഴയൊക്കെ കൊള്ളാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളുടെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്തത്. മഴ പെയ്തപ്പോൾ പിന്നെ ആർക്കും അവിടെ നിൽക്കാനുള്ള ഒരു താല്പര്യമില്ല. അപ്പോൾ നമ്മളെല്ലാവരും തിരിച്ചു പോവാണ്. പക്ഷേ മക്കൾ ഒരുപാടുണ്ട്. അവർക്കെല്ലാം ഭയങ്കര വിശപ്പ്. അവരാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടുമില്ല. പിന്നെ അവർക്ക് വാങ്ങിക്കൊടുക്കാൻ മാത്രം ഇവിടെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ചിങ്ങനെ ടീ സ്റ്റോൾസും പിന്നെ വേറെ എന്തെല്ലാം ഐസ്ക്രീംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി നേരെ നമ്മൾ പുത്തനത്താണിയിലുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്ക് വിടുകയാണ്. ഇവിടെ ആണെങ്കിൽ റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് ഡിസൈഡ് ചെയ്യാനും നമുക്ക് കുറേ സമയമെടുത്തു. കാരണം കാലിക്കറ്റ് പോലെ അല്ലല്ലോ. ഞാനെപ്പോഴും ഇങ്ങനെ കാലിക്കറ്റായിട്ട് കമ്പയർ ചെയ്ത് പോകുന്നുണ്ടല്ലേ. സത്യമാണ്. കാരണം കാലിക്കറ്റ് നമുക്ക് ഇപ്പോൾ രാത്രി ഒരു 2 മണിക്ക് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ആലോചിക്കാനില്ല.
പിന്നെ സാഗർ ഓപ്പൺ ആയിരിക്കും, ടോപ്പ് ഫോം ഓപ്പൺ ആയിരിക്കും. പക്ഷേ ഇവിടെ ഒരു 11 മണി ആയാൽ തന്നെ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നല്ലൊരു ഭക്ഷണം എവിടെ നിന്നും കിട്ടില്ല. എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു എന്താ പറയുക, വൃത്തിയുള്ള ഫുഡ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് നമ്മൾ കാലിക്കറ്റ് തന്നെ നിൽക്കുന്നതുകൊണ്ട് അറിയാണ്ട് നമ്മൾ കമ്പയർ ചെയ്ത് പോകണതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നല്ല അടിപൊളിയായിരുന്നു. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ട്രിപ്പായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. ദിസ് ഇസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും. ഇതിൽ കുറച്ചും കൂടെ വിശേഷങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ എന്താണെന്ന് കാണിച്ചു തരാം. സോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.